ശരത്തേട്ടാ, നമ്മൾ ഇന്ന് ഇപ്പോൾ അഗ്നി എന്ന് പറഞ്ഞ ആ ഒരു എലമെൻറ്റ്, അഗ്നിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും കേൾക്കുന്നത് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന തീ, ഫിസിക്കൽ ഫയർ, പിന്നെ അല്ലെങ്കിൽ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫയർ എന്നൊക്കെയാണ് നമ്മൾ ജനറലി പറയാറുള്ളത്. അത് ഇന്നത്തെ മോഡേൺ വേൾഡിൽ പറയുന്നതാണ്. പക്ഷേ അഗ്നി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ശരത്തേട്ടൻ്റെ ഒരു മുരുകസഭയുടെ പ്രഭാഷണത്തിൽ പറഞ്ഞായിരുന്നു, മുരുകൻ മുരുക ഭഗവാന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഈ ടോപ്പിക്ക് ഈ അഗ്നി എന്താണെന്നും അഗ്നിയുടെ കോൺസെപ്റ്റ് എന്താണെന്നും ഇതെങ്ങനെയായിരുന്നു പണ്ട് മറ്റേ പാരമ്പര്യമായിട്ടുള്ള ആ ലീനിയേജിൽ എങ്ങനെയായിരുന്നു അതും ഇന്നത്തെ ഇതും മെഡിക്കലിയും ഒരുപാട് നമുക്ക് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റംസിനൊക്കെ ബേസ് ചെയ്തിട്ട് പറയുന്ന കുറേ കോൺസെപ്റ്റ്സുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഒരു ക്രക്സ്. അപ്പോൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാവരും അങ്ങനെ എളുപ്പത്തിലെടുക്കുന്ന ഒരു സാധനമാണ്. കാരണം എന്താ വെച്ചാൽ തീയല്ലേ, തീയാണല്ലോ, തീ കണ്ടെത്തുന്നതോടുകൂടിയാണല്ലോ മനുഷ്യൻ്റെ സിവിലൈസേഷൻസ് വളരണത്, സംസ്കാരങ്ങൾ ഉണ്ടായതും മനുഷ്യനായിട്ട് വളരണതും തീയിനെ മെരുക്കാൻ പഠിക്കലും ചക്രം കണ്ടുപിടിക്കുന്നതോടും കൂടിയിട്ടാണ്. രണ്ട് മൈൽ സ്റ്റോൺ സംഭവങ്ങളാണ്, തീയിനെ മെരുക്കാൻ പഠിക്കലും ചക്രം കണ്ടുപിടിക്കുന്നതും. ഇനി നമ്മൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ നമ്മളെ പ്രോഗ്രാമിൽ പഞ്ചാംഗവും ആസ്ട്രോളജിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എലമെൻറ്റ് നമ്മളുടെ ആസ്ട്രോളജിക്കൽ ഇതിൽ പറയുമ്പോൾ ഓരോ എലമെൻറ്റ് പറയുന്നുണ്ട്, ഫയർ, വാട്ടർ, എർത്ത് എന്നുള്ള എയർ എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ നിന്നും തന്ത്രത്തിൽ നിന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ടോപ്പിക് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു. അപ്പോൾ ഇതെന്താണെന്ന്, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മൾ ഈ അഗ്നി എന്ന് കേൾക്കുമ്പോൾ ഈ നോർമലി റിലേറ്റഡ് ആസ് എ ഫിസിക്കൽ ഫയർ. അപ്പം ഈ വേദിക് സയൻസായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് അഗ്നി, ആരാണ് അഗ്നി, അതിനെ ഒന്ന് വേദത്തിൽ അല്ലെങ്കിൽ ഭാരതീയ ചിന്തയിൽ അഗ്നി എന്ന് പറയുന്നത് വെറും നമ്മുടെ ഫിസിക്കൽ ഫയർ അല്ല, തീയല്ല, തീ മാത്രമല്ല, തീ അല്ല എന്നല്ല, തീ മാത്രമല്ല, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ അഗ്നി എന്നുള്ള വേർഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലാർജർ, ഒരു വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ഒരു കാണാവുന്ന രൂപം മാത്രമാണ് അഗ്നി എന്ന് പറയുന്നത്. വേദത്തിൻ്റെ ഇപ്പോൾ വേദങ്ങളിൽ എല്ലാവർക്കും അറിയാം, ഋഗ്വേദമാണ് പ്രഥമ വേദം. അതിൻ്റെ ആദ്യത്തെ മന്ത്രം, അതായത് ഫസ്റ്റ് മന്ത്രം വേദം സ്റ്റാർട്ട് ചെയ്യുന്നത് അഗ്നിമേളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നധാധവം എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ അഗ്നി എന്ന് പറയുന്നത് അഗ്നിയാണ്, ശരിക്കും അഗ്നിയാണ്. നമ്മൾ പറഞ്ഞ അഗ്നിയാക്കിയതാണ്. അഗ്നിക്ക് മുന്നിൽ നിന്ന് നയിക്കണമെന്ന വാക്കിൻ്റെ അർത്ഥം. വൺ ഹു ലീഡ്സ് ഫ്രം ദ ഫ്രണ്ട്. ഈ മുന്നിൽ നിന്ന് നയിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? സൈന്യാധിപനായിരിക്കും, സേനാനിയായിരിക്കും, ജനറലായിരിക്കും. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇച്ഛാശക്തി, വിൽ പവർ, അത് അഗ്നിയാണ്. ആ അഗ്നിജാതനാണ് സുബ്രഹ്മണ്യൻ, മുരുകനെ. അങ്ങനെയാണ് മുരുകനെ കണക്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്നവനാണല്ലോ സുബ്രഹ്മണ്യനും, സേനാനി, ദേവസേനാപതി എന്നൊക്കെ നമ്മൾ, അത് പിന്നെ പൗരാണികമായിട്ടുള്ളൊരിതാണ്. അപ്പോൾ അഗ്നി വെറും തീ മാത്രമല്ലെങ്കിൽ പിന്നെന്താ? അതിൻ്റെ കോർ ഐഡിയ എന്താ? വേദങ്ങളിൽ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപാന്തരീകരണത്തിന് വേണ്ട ശക്തി എന്നർത്ഥം. ദ പ്രിൻസിപ്പിൾ ഓർ ഫോഴ്സ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണ ഏത് ഫോഴ്സിനെയും അഗ്നിയായിട്ടാണ് വിവക്ഷിച്ചിട്ടുള്ളത്. മാറ്ററിനെ എനർജിയായിട്ട്, ദ്രവ്യത്തിനെ ഊർജ്ജമാക്കുക, ഊർജ്ജത്തിനെ ദ്രവ്യമാക്കുക. ഊർജ്ജത്തിനെ ദ്രവ്യമാക്കാമല്ലോ, പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ദ്രവ്യത്തിനെ ഊർജ്ജമാക്കുക, ഊർജ്ജത്തിനെ ദ്രവ്യമാക്കുക. അതേപോലെ തന്നെ ഒരു ഉദ്ദേശമുണ്ട് നമുക്ക്, ഒരു ഇൻറ്റൻഷൻ, ഒരു കാര്യം ചെയ്യണമെന്ന്, അതിനെ പ്രവൃത്തിയാക്കുക. മനസ്സിലായില്ലേ? ഒന്നിനെ ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് കൊണ്ടുപോവുക. വെള്ളത്തിനെ ആവിയാക്കുക, കർപ്പൂരത്തിനെ കാണാതാക്കുക. എപ്പോഴും ഈ ട്രാൻസ്ഫോർമേഷനാണ് ഇതിൻ്റെ അകത്ത്, ഇതിൻ്റെ ഉള്ളിൽ
മാറ്റിക്കൊണ്ടേയിരിക്കും. പൊതുവിൽ അഗ്നിയുടെ ഒരു സ്വഭാവം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോകോസത്തിനെ മൈക്രോകോസാക്കും, സ്ഥൂലമായിട്ടുള്ളതിനെ സൂക്ഷ്മമാക്കും, കാണാൻ പറ്റാത്തൊരു വസ്തുവാക്കിയിട്ട് മാറ്റിക്കളയും. കത്തുമ്പോൾ ഇല്ലാതാവുന്നില്ലല്ലോ, അത് വേറൊരു ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഗ്നി പൊതുവിൽ ഫിസിക്കൽ അഗ്നിയാണെങ്കിൽ കത്തിച്ച് വേറൊന്നാക്കണം, ചിന്തയുടെ അഗ്നിയാണെങ്കിൽ ആശയത്തിനെ വേറൊന്നാക്കണം, ഇനി വലിയ ആറ്റോമിക് വിഷൻ പോലുള്ളൊരു സംഭവമാണെങ്കിൽ ഒരു പദാർത്ഥത്തിനെ വേറൊരു പദാർത്ഥമാക്കണം. എന്തിലും എവിടെയൊക്കെ മാറ്റത്തിൻ്റെ ഫോഴ്സ് ഉണ്ടോ, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുന്നുണ്ടോ, ആ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഫോഴ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അതാണ് അഗ്നി. വേദം അഗ്നി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ ആ അർത്ഥത്തിലാണ്. അത് ദേവത എന്നുള്ള സങ്കല്പം പറയുമ്പോൾ ആ ദേവത ഈ ഫോഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് വെറുതെ പൊള്ളിക്കുക അതല്ല. പൊള്ളിക്കൽ പോലും എന്താ ഓക്സിഡേഷൻ നടക്കണോണ്ടാണ്. ഒരു ഫാസ്റ്റർ റേറ്റിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഈ പൊള്ളൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ പരിവർത്തനത്തിൻ്റെ രൂപാന്തരം വരുത്തുന്നതിൻ്റെ ഒരു ശക്തി പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അഗ്നിയാണ്. റൈറ്റ്. ഓക്കെ. അപ്പം ഇതിനെ നമ്മളിപ്പോൾ ഒരു ഇതുകൂടെ പറയാം. അപ്പോൾ നമ്മൾ തമിഴിലൊക്കെ പറയില്ലേ എല്ലാത്തെയും മാറ്റുമോയെന്ന് പറയും. നമ്മൾ പറയില്ല ഞാനെല്ലാം മാറ്റിമറിക്കും. ആ മാറ്റിമറിക്കും എന്ന് പറയുന്ന ആ ഫോഴ്സ് ഉണ്ടല്ലോ, ആ മാറ്റിമറിക്കുന്ന ഫോഴ്സ്, അത് അഗ്നിയാണ്. ഞാൻ ഇതിൻ്റെ ഈ ബേസ് ഫൗണ്ടേഷന് വേണ്ടിയിട്ടൊന്ന് റെഫർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ടാണ് ഇൻ്റലിജൻസ്, എന്ത് ഇൻ്റലിജൻസ് ആണ് ഈ ഒരു എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നൊന്ന്. കാരണം ഇത് തന്നെയാണ്, ഇൻ്റലിജൻസ് തന്നെയാണ് പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഒരു കാര്യത്തിനെ മാറ്റിമറിക്കാനുള്ള ആശയം എവിടെ നിന്നാണ് പറയുന്നത്? ബുദ്ധി എന്ന് പറയുന്നത്, വിവേചന ബുദ്ധി. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അഗ്നി തനിക്ക് വേണ്ടതിനെ സ്വീകരിക്കുകയും വേണ്ടാത്തതിനെ തൊടാതെ പോവുകയും ചെയ്യും. നനഞ്ഞ വസ്തുവിനെ അഗ്നി കത്തിക്കില്ല. ചിലപ്പോൾ അഗ്നിയുടെ പോക്കുകളുണ്ടോ, തീ പിടിച്ച് പോണത്, തീക്ക് വേണ്ടത് പിടിച്ചാൽ തീ പോവുക, അല്ലാത്തതിനെ മാറ്റും. ആ വേണ്ടതിനെ സ്വീകരിച്ചാൽ മറ്റൊന്നാക്കി മാറ്റുകയും ചെയ്യും. അതിൻ്റെ ബേസിക് എസെൻസിൽ കൊണ്ടുവരും. എല്ലാം ദഹിപ്പിച്ച് കഴിഞ്ഞാലും അവശേഷിപ്പിക്കുന്നത് ഭസ്മാണ് അല്ലേ. എല്ലാറ്റിൻ്റെയും ഈ കാണാവുന്ന പുറം കാഴ്ചകൾ മുഴുവൻ കത്തിച്ച് കഴിയുമ്പോൾ ബുദ്ധി എന്ത് മനസ്സിലാക്കും? ഇതിൻ്റെ മുഴുവൻ അന്തസത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഇൻ്റലക്ച്വൽ ഫയറാണ്, ബൗദ്ധികമായിട്ടുള്ള അഗ്നിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ ഒരു ഗംഭീര പ്രതീകം നമുക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് ഔട്ട് ഓഫ് ഓൾ ദീസ് എലമെന്റ് ഫയറിന് ഇത്ര ഇമ്പോർട്ടൻസ്. അത് എലമെൻ്റൽ ഫയർ എന്നുള്ളതിനേക്കാളും ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ ഫയറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. ഇൻ്റലിജൻസ് ട്രാൻസ്ഫോംസ് അല്ലേ. ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതങ്ങൾ തന്നെ മാറി പറയണത്, നമ്മൾ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കണതും അല്ലേ. എന്ത് ഡിസ്കവറികളും ഇൻവെൻഷൻസും എല്ലാം അങ്ങനെയല്ലേ. അപ്പോൾ ചിന്തിച്ചിട്ടല്ലേ, ചിന്തയുടെ ഫയറാണല്ലോ. ഫയർ ഇൻ ഹിസ് തോട്ട്സ്, ഫയർ ഇൻ ഹിസ് വേർഡ്സ് എന്നൊക്കെയല്ലേ നമ്മൾ പറയുക. കാരണം വെനെവർ വേർഡ്സ് ട്രാൻസ്ഫോം ഓർ വെനെവർ തോട്ട്സ് ട്രാൻസ്ഫോം യു, ഡെഫിനറ്റ്ലി ദർ ഇസ് ഫയർ. ആശയങ്ങൾ നമ്മളെ മാറ്റിമറിക്കുമ്പോഴും, ചിന്തകൾ മാറ്റിമറിക്കുമ്പോഴും, വാക്കുകൾ മാറ്റിമറിക്കുമ്പോഴും, ആ വാക്കിലും ആശയത്തിലും ചിന്തകളിലും തീയില്ലെങ്കിൽ മാറ്റിമറിക്കില്ല. മാറ്റിമറിക്കുന്നതാണ് തീയെ. മാറ്റിമറിക്കുന്ന എന്തുണ്ടാവും? തീയ. ബുദ്ധി മാറ്റിമറിക്കുന്നതാണ് എന്തിനും തീയാണ്. അഗ്നിയുടെ ആ പ്ലേസ്മെൻറ്റ് പറഞ്ഞു, അഗ്നിനെ എന്തുകൊണ്ടാണ് ഇൻ്റലിജൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനി ഈ വേദിക് ഇതിൽ നോക്കുമ്പോൾ ഋഗ്വേദത്തിൻ്റെ ഫസ്റ്റ് ഡയറ്റി ആയിട്ടാണ് അഗ്നി പറയുന്നത്. മന്ത്രം തന്നെ അങ്ങനെയാണല്ലോ തുടങ്ങണ തന്നെ. പക്ഷെ ബാക്കിയുള്ള എലിമെൻസിനെയൊക്കെ കാട്ടിലും ഫയറിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? അതോ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് റീസൺ. പരിവർത്തനത്തിൻ്റെ ശക്തിയാണത്. ബാക്കി എല്ലാ വേദം കൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ പുതിയൊരാളാവണം. ആ പുതിയൊരാളാവുന്നതിൻ്റെ പവർ എന്താ? പരിവർത്തനത്തിൻ്റെ പവറാണ്. സോ അത് ഫോഴ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. അതുകൊണ്ട് ആ ഫോഴ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആദ്യം പ്രാർത്ഥിച്ചിട്ട് വേണം ആ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം.
അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഇപ്പം നേരത്തെ ശരത്തേട്ടൻ സ്വിച്ച് ഇട്ടാലല്ലേ ഫാൻ കറങ്ങുള്ളൂ കറി എന്ന് പറഞ്ഞില്ലേ. ആ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ശുദ്ധീകരിക്കാനും ആത്മീയമായിട്ട് ഉണർത്താനും ഒക്കെയാണ് വേദത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് നേടിത്തരാനൊക്കെയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിനെ എന്താ ഒരു വസ്തു നേടുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്, രൂപാന്തരീകരണം വരുന്നുണ്ട്. അതിന് വേണ്ട ഫോഴ്സാണത്. അതുകൊണ്ട് അതിനെ ആദ്യം ആരാധിക്കണം, അത്രയാണ്. ഈ വേദിക് റിച്വൽസിൽ അഗ്നി പറയുന്നത് മെസ്സഞ്ചർ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ദി ഡിവൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ആ സിംബലൈസേഷൻ ഒന്ന് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റും. ആ ഒരു ഫയർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇടനില വരേണ്ടത് ആ ഒരു ഫയർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ്റെ മെസ്സഞ്ചർ ആയിട്ട് വരും. ട്രാൻസ്ഫോർമേഷൻ്റെ പവർ തന്നെയാണ് അവിടെയും വരുന്നത്. കാരണം എന്തും ട്രാൻസ്ഫോംഡ് ആവാതെ ഈശ്വരീയതയിലേക്ക് വരില്ല. എന്തിനും ട്രാൻസ്ഫോം ചെയ്യാണ്ട് ദൈവികതയിലേക്കോ ഈശ്വരീയതയിലേക്കോ വരില്ല. കാരണം ഈശ്വരീയത അല്ലെങ്കിൽ ദൈവികത പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും അന്തസത്തയാണ്. ആ അന്തസത്തയിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ ഇരുന്നതിനെ അങ്ങനെ ആക്കണം. അഗ്നി എന്ത് ചെയ്യുന്നു വെച്ചാൽ അഗ്നി എല്ലാ വസ്തുവിലുള്ള എല്ലാം നശിച്ചാലും അവശേഷിക്കണ എന്തൊരു സത്തയുണ്ടോ അതിലേക്ക് മാറ്റും, വേണ്ടാത്തതിനെ കളയും. നമ്മളൊരു വേദാന്തത്തിൻ്റെ കണ്ടു പറഞ്ഞാൽ മായയെ കളയും, ബ്രഹ്മത്തെ മാത്രം സ്വീകരിക്കും എന്ന് പറഞ്ഞ മാതിരി ആ വേണ്ടതിനെ മാത്രം എടുത്ത് മാറ്റം വരുത്തി ബാക്കിയുള്ളതിനെ കളയും. അതുകൊണ്ട് പച്ചയായിട്ടുള്ള ആശയങ്ങളോ പച്ചയായിട്ടുള്ള ഒന്നും അഗ്നിയുടെ സ്പർശം കൂടാണ്ട് ദൈവീകാവില്ല. അഗ്നിയുടെ ട്രാൻസ്ഫോർമേഷൻ പവറാണ് അതിൻ്റെ ഈശ്വരീയത. അതുകൊണ്ടാണ് അഗ്നിശുദ്ധി എന്ന് പറയുക. കാരണം ഞാനെപ്പോഴും പ്രഭാഷണങ്ങൾ പറയാറുണ്ട്, എവിടെയൊക്കെ ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റണോ അതൊക്കെ ശുദ്ധം, എവിടെ കാണാൻ പറ്റില്ല അത് അശുദ്ധം എന്ന് പറയും. സിമ്പിളാണ് ശരിക്കും ശുദ്ധാശുദ്ധ വിവേചനം. അപ്പോൾ ശുദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ അന്തസത്തയാണെങ്കിൽ ആ അന്തസത്തയിലേക്ക് നമ്മൾ എത്തിച്ചു തരേണ്ട ഒരു പരിവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ഉണ്ട്. ആ ഫേസിൻ്റെ ട്രിഗർ ആരാ, അല്ലെങ്കിൽ അത് നടത്തി തരണ ആരാ, അത് അഗ്നിയാണ്. അതുകൊണ്ടാണ് അഗ്നിശുദ്ധി വരുത്തുന്നത്. ഈവൻ സീത പോലും, സീതയുടെ കഥയെപ്പോലെ ഈ അഗ്നിശുദ്ധിയുടെ കഥ ശരിക്ക് ആ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ സീതയിൽ സംഭവിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. പവർ ഓഫ് ട്രാൻസ്ഫോർമേഷനിൽ അപ്ലൈ ചെയ്തപ്പോഴും സീതയുടെ കോറിന് ഒരു മാറ്റവും വന്നില്ല. അതുകൊണ്ട് സീത അഗ്നിശുദ്ധി നേടി പുറത്തു വന്നു, അതേപോലെ സ്പർശമില്ലാതെ എന്ന് പറഞ്ഞത്. പക്ഷേ ആ അന്തസത്തയിൽ കലർപ്പുണ്ടെങ്കിൽ അഗ്നി അതിനെ കത്തിക്കും. കലർപ്പുള്ളതാണ് ലോകത്തിലെ എല്ലാ സൃഷ്ടികളും, അതുകൊണ്ട് അഗ്നി കത്തിക്കും. എന്നിട്ട് അതിൻ്റെ ആന്തരികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോറിനെ മാത്രം അത് അവശേഷിപ്പിക്കും. ആണല്ലോ ആചാര്യസ്വാമികൾ പറഞ്ഞത്, എല്ലാം നശിച്ചാലും അവശേഷിക്കണ ശിവനാണ് ഞാൻ, നേകോ വിശിഷ്ട ശിവക്കേവലോഹം. ആ ഭസ്മാണ്. ഈ ഭസ്മവും ശിവനും തമ്മിലുള്ള കണക്ഷൻ വരാൻ കാരണം ഇതാ. എല്ലാം നശിച്ചാലും അവശേഷിക്കണത് ഭസ്മാണ്. പ്രപഞ്ചം മുഴുവൻ കത്തി ചാമ്പലായാലും അപ്പോഴും ഒരു പിടി ചാരമുണ്ടാവും ബാക്കി. അങ്ങനെ എല്ലാം ഡിഡക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും അവസാനത്തിലും ഇരിക്കുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ ഫോഴ്സിനെ അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയെ വിളിക്കുന്ന പേരാണ് ശിവൻ. ആ പ്രോസസ്സിൻ്റെ ട്രിഗറോ അല്ലെങ്കിൽ അതിൻ്റെ ഡുവറോ ആണ് അഗ്നി. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ എന്തും ശുദ്ധമാവണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫോംഡ്. തങ്കത്തിനെ അടിച്ചടിച്ചല്ലേ ഇതാവണം. അതുമാതിരി പുഴു ട്രാൻസ്ഫോംഡ് ആയിട്ടല്ലേ, മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ. പുഴു എന്നിട്ടല്ലേ ശലഭമാവണത്. കന്യക മരിച്ചിട്ടല്ലേ അമ്മയാവണത്. എന്തും ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കാണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവില്ല. അപ്പോൾ ഡിവൈനിറ്റി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ അതുകൊണ്ട് അഗ്നി. ഈവൻ ഈ ബോഡി ദഹിപ്പിക്കണതിൻ്റെ പ്രിൻസിപ്പിൾസിൽ ഒന്നുപോലും അതാണ്. ഈ ദക്ഷിണാഗ്നിയുടെ പ്രിൻസിപ്പിൾ പോലും ശരിക്കും ഒരു തരത്തിൽ ഇതാണ്. കാരണം കർമ്മസഞ്ചയമായിട്ടുള്ള ശരീരം കർമ്മം ചെയ്തിട്ട് അനവധി അശുദ്ധികൾ ബാധിച്ചിട്ടുണ്ടാകും ശരീരത്തിനെ. അതിനെ അവസാനം ആ ധനഞ്ജയൻ എന്ന് പറഞ്ഞാൽ പ്രാണനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പഞ്ചഭൂതങ്ങളായിട്ട് സ്പ്ലിറ്റാക്കാൻ വേണ്ടിയിട്ടും അഗ്നിക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അഗ്നിയെ കത്തിച്ച് വേണ്ടാത്തൊക്കെ കളയും, അവശേഷിക്കുന്ന ചാരം മാത്രം അവശേഷിപ്പിക്കും. അതാണ് സംഭവിക്കും. അതുകൊണ്ടാണ് അതിന് ഇത്രയും ഇമ്പോർട്ടൻസും പ്ലസ് ഒരു മെസ്സഞ്ചർ ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ഡിവൈൻ എന്നുള്ളൊരു സത്യം. പിന്നെ അതേപോലെ ഈ നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റീസ് പാരമ്പര്യമായിട്ട് ചെയ്യുന്നവർ, അവർ ഈ പറയുന്ന അഗ്നി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ അവർ വേറൊരു ഇതിലാണ് വേറൊരു കംപ്ലീറ്റ് പെർസ്പെക്റ്റീവാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ മോഡേൺ വേൾഡിൽ ജസ്റ്റ് ഒരു ഫിസിക്കൽ ഫയർ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും, ആ ഒരു ഫയർ ആൻഡ് എനർജീനെ എങ്ങനെയായിരിക്കും അവർ കാണുന്നതും ഇന്നത്തെ വേൾഡിലുള്ള ആ ഒരു അതായത്
ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി വേദം അഗ്നിയെ കാണുന്നതും പോലെ തന്നെയാണ് വൈദികേതര സൊസൈറ്റികളും. ഇപ്പോൾ അബോറിജിനൽ സൊസൈറ്റികൾ, നമ്മുടെ ഗോത്രവർഗ്ഗങ്ങളും എല്ലാവർക്കും തീയിനോട് ഒരു വലിയ ബഹുമാനവും എന്താ പറയുക, ഒരു ഒതുക്കവും, അതായത് അതിൻ്റെ മുന്നിൽ കളിക്കില്ല എന്ന് പറഞ്ഞ മാതിരി. അതിന് കാരണം എന്താ വെച്ചാൽ അവർ അഗ്നിയെ ഒരു ജീവസ്സുള്ള ഊർജ്ജമായിട്ടാണ് കണ്ടത്. അതൊരു ഇൻഡിവിജ്വലിനെ പോലെ അവർ കണ്ടത്. കാരണം അതിൻ്റെ ശക്തി എന്താണെന്നുള്ള അവർക്കറിയാം. കാരണം കാട്ടിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം, കാട്ടുതീകൾ വരുത്തി വെക്കണം, ചിലപ്പോൾ വലിയ വനങ്ങളെ മൊട്ടക്കുന്നാക്കും അല്ലേ, അല്ലെങ്കിൽ വലിയ ജൈവസമ്പത്തുള്ളതിനെ ഒന്നും അല്ലാണ്ടാക്കി കളയും. അഗ്നിയുടെ താണ്ഡവം എന്ന് പറയുന്ന അവസ്ഥ പ്രാചീന കാലം തൊട്ടേ മനുഷ്യൻ കണ്ടിട്ടുള്ളതാണ്. അഗ്നിയെ മെരിക്കാൻ പഠിച്ചപ്പോഴാണ് മനുഷ്യൻ വളരാൻ തുടങ്ങിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 2 കാര്യങ്ങളെ കൊണ്ടാണ് മനുഷ്യവംശം വളർന്നത്. മനുഷ്യന് ഈശ്വരൻ കൊടുത്ത ഒറ്റ കഴിവേ ഉള്ളൂ. മറ്റ് ജീവികളിലൊക്കെ ഈ തള്ളവിരൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. തള്ളവിരലിനെ മറ്റ് 4 വിരലിൻ്റെ നേരെ പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ പിടിക്കാൻ പറ്റുകൊണ്ടാണ് പണിയായുധങ്ങൾ പിടിക്കാൻ സാധിച്ചത്. ഇതാണ് മനുഷ്യൻ്റെ എവല്യൂഷനിലെ ഏറ്റവും വലിയ സ്റ്റെപ്പ്. ചിന്തിക്കാനുള്ള ശക്തി പോലും പിന്നെയാണ് ഇത്, പണിയായുധം പിടിക്കാൻ. 2, അഗ്നിയെ മെരുക്കിയത്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അഗ്നിയെ ചുരുക്കാനും വളർത്താനും ഒക്കെ പഠിച്ചത്. 3ാമത്തെ വിദ്യ ചക്രം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് കൂടുതൽ ദൂരങ്ങൾ വേഗം താണ്ടാൻ പഠിച്ചു. ഈ 3 എണ്ണമാണ് സംസ്കാരങ്ങളെ വളർത്തിയത്. പക്ഷെ അപ്പോഴും അഗ്നിയോട് റെസ്പെക്റ്റ്ഫുൾ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ബഹുമാനത്തോട് കൂടിയിട്ടുള്ള ഒരു അകലം പാലിച്ചിരുന്നു അഗ്നിയോട്, ഒരു ആദരവ്. അതിനൊരു ജീവനുള്ള ഒരാളെ പോലെയാണ് അഗ്നിയെ കണ്ടിരുന്നത്. അതുകൊണ്ട് അഗ്നിക്ക് 7 നാക്കുണ്ട്, അഗ്നിയുടെ ലക്ഷണം നോക്കിയിട്ട് വേണം ഹോമിക്കാൻ എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാവാൻ കാരണം. പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോരിയിട്ടിട്ട്, ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ ഹോമം ചെയ്യുമ്പോൾ എന്ത് കനലാണെങ്കിലും പുകയാണെങ്കിലും വാരിയിട്ട് ആ ഹോമിക്കണ വസ്തു ഇടണം. അങ്ങനെ പാടില്ല എന്നാണ് ശരിക്കും. അഗ്നിയുടെ ലക്ഷണം നോക്കി തന്നെ ഹോമിക്കണം എന്നൊക്കെ. അങ്ങനെ അനവധി വിഷയങ്ങളുണ്ട്. അതിനൊക്കെ കാരണം വെച്ചാൽ അഗ്നി അത്ര റെസ്പെക്റ്റ്ഫുള്ളി കാണുന്നുണ്ടാ. നമ്മുടെ കാലഘട്ടത്തിൽ അഗ്നി ഈസ് ജസ്റ്റ് അനദർ കമോഡിഫൈഡ് തിങ്. അതൊരു കമോഡിറ്റിയാണ്. ഒരു കൺസ്യൂമറിന് ഉപകാരപ്പെടേണ്ട ഒരു വസ്തു മാത്രമാണ്, ഒരു ഉപഭോഗ വസ്തുവാണ്. നമ്മുടെ ആവശ്യത്തിന് തീ കൊളുത്തുന്നു, കത്തിക്കുന്നു, കഴിഞ്ഞു, കെടുത്തുന്നു, ഊതിക്കെടുത്തുന്നു, തുപ്പിക്കെടുത്തുന്നു, ഇപ്പോൾ എന്ത് പണിയും ചെയ്യും. അപ്പോൾ അതങ്ങനെ ആയിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്താ പറയുക, ഒരു റെസ്പെക്റ്റ്ഫുൾ പെഡസ്റ്റലാണ് വെച്ചിരുന്നത്. മറ്റേത് അതെടുത്തിട്ട് അതിൻ്റെ ഈസ് ഓഫ് യൂസ് കാരണം ഇന്നും പക്ഷേ അഗ്നി ടെറിഫയിങ് ആയാൽ ടെറിഫയിങ് ആണ്. മനുഷ്യൻ്റെ കാലം മാറി എന്നുള്ള വിഷയമൊന്നുമില്ല. അതിനിന്നും കത്തിച്ച് ചാമ്പലാക്കാൻ സാധിക്കും. ഇന്നും യുദ്ധങ്ങളിൽ ഇപ്പോൾ ഇത്രയും വലിയ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ്റെ മുഴുവൻ അടിസ്ഥാനം എന്താ? അഗ്നിയാണ്. അഗ്നി വെച്ചിട്ടുള്ള കളികളാണ് ഈ സ്ഫോടനങ്ങളാണെങ്കിലും കത്തിക്കൽ എന്താണെങ്കിലും. അപ്പോൾ അഗ്നിയുടെ കോർ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ പെർസ്പെക്റ്റീവ് മാറി, നമ്മൾ നോക്കി കാണുന്ന പെർസ്പെക്റ്റീവ്. പുരാതന സമൂഹങ്ങൾ അതിനെ വളരെ ബഹുമാനത്തോടെ കണ്ടു. ഇവൻ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് പോലെ അതല്ലേ, ദീപലക്ഷ്മി എന്നാണ് പറയുക. ദീപത്തിനെ ലക്ഷ്മി എന്ന് പറയുക, ദീപലക്ഷ്മിയാണ്. അതേമാതിരി തന്നെ നമ്മൾ ശുഭത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അത് പറയുക. അപ്പോൾ അങ്ങനെ അത്രയും റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ കണ്ടിരുന്ന അവിടുത്തെ നിന്ന് ഇന്ന് ആർക്കും എടുത്ത് എന്തും കാണിക്കാവുന്ന ഒരു തരത്തിലേക്ക് മാറി. ഇപ്പം ഞാൻ ഈ അടുത്ത സമീപത്തൊരു കാലത്ത് ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ കുറച്ച് തിരക്കുള്ളൊരു സമയമാണ്. ആ അമ്പലത്തിലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണ്, ആ ദേവിയുടെ മുന്നിലുള്ള കത്തിക്കൊണ്ടിരിക്കണ വലിയ തട്ട് വിളക്കുന്ന ഏതുണ്ട് സിഗരറ്റ് കൊളുത്തിട്ട് വലിച്ചുകൊണ്ട് പോകും. അയ്യോ, അതൊരു മതത്തിൻ്റെ മാത്രം വിഷയമല്ല, ഞാൻ പറഞ്ഞത് റെസ്പെക്റ്റിൻ്റെ വിഷയമാണ്. അത് ചോദിക്കാനോ ഒന്നും പറയാനോ ആരുമില്ല. അപ്പോൾ എത്രമാത്രം അധപ്പതിച്ചുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു സൊസൈറ്റി, അതൊരു കൊമോഡിഫിക്കേഷൻ വന്നു. അതായത് ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത്. എനിക്കിത് ഉപയോഗിക്കാൻ, അത് കഴിഞ്ഞാൽ വേണ്ട. ഇതാണ് അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെയും ട്രഡീഷണൽ സൊസൈറ്റീസും മോഡേൺ സൊസൈറ്റീസും തമ്മിൽ തീയിനോടുള്ള അപ്രോച്ചിലെ ഡിഫറൻസ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ശരത്തേട്ടനൊരു ഇത് പറഞ്ഞായിരുന്നു, അഗ്നിക്ക് 7 നാക്ക് എന്ന് പറഞ്ഞു. ഉണ്ട്. അതെന്താണെന്നൊന്ന്. അത് അഗ്നിയുടെ നാളങ്ങളുടെ വലിപ്പ ചെറുപ്പങ്ങളും നിറവ്യത്യാസവും അനുസരിച്ചിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഫിസിക്കൽ സെൻസിൽ പറഞ്ഞാൽ. തീനാളങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ തീയുടെ നാക്കാണല്ലോ. അപ്പോൾ അതിന് 7 പേരുകളൊക്കെ ഉണ്ട്. കാളി, കരാളി, മനോജവ, ലായമാന, ഇതി ധൂമ്രവർണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഉപനിഷൽ മന്ത്രം തന്നെയുണ്ട്. അതിലൊരു പേരാണ് ഈ കാളിയുടെ അഗ്നിക്ക് 7 നാക്കാണ്. സപ്തജിഹ്വ എന്നാണ് പറയുക. 7 നാക്ക്, 7 തരത്തിലെ ഫ്ലെയിമുകൾ ഉയരുള്ളൂ, 7ന് മുകളിൽ ഉയരില്ല.
അഗ്നി കത്തണ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ 7 ടൈപ്പിൻ്റെ ഉള്ളിലേ വരുള്ളൂ. ഓ ഓക്കെ. എട്ടാമത്തെ ഇല്ല. എട്ടാമത്തെ സ്റ്റൈലിൽ അഗ്നി കത്തില്ല. ഓക്കെ. അത് 100% ഷുവറാണ്. അത് കണ്ടെത്തിയിട്ടുണ്ട് ആചാര്യന്മാർ. അതുകൊണ്ട് 7 നാക്ക് കൊടുത്തിരിക്കുന്നു. അതിന് ഓരോന്നിനും നിറം മഞ്ഞ, ചുവന്നത്, നീലച്ചിട്ട്, കറുപ്പ്, അതായത് ഒരു അഗ്നിയുടെ സ്വഭാവങ്ങൾ അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ കാളി എന്ന് പറഞ്ഞൊരു നാക്കുണ്ട് ഈ 7 കാരണം കാളി അഗ്നിയാണ്. കാളിക്ക് കാളി ട്രാൻസ്ഫോർമേഷൻ്റെ പവറല്ലേ. അതുകൊണ്ട് കാളിക്ക് അഗ്നി സ്വഭാവം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ അങ്കാള പരമേശ്വരി എന്ന് പറയും. അങ്കാള പരമേശ്വരി. അങ്കാള പരമേശ്വരി വെച്ചാൽ അങ്കാരം വെച്ചാൽ കനൽ, തീയ്. ചൊവ്വ അങ്കാരകൻ, അതിൻ്റെ പരദേവതയായിട്ടുള്ള. അപ്പോൾ ചൊവ്വ ഗ്രഹമാണ് ഇതിൻ്റെ ഫയർ എലമെൻറ്റിൻ്റെ. ഇതൊക്കെ കണക്റ്റഡാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ കാണാം. സൊസൈറ്റീസിനെ ഉണ്ടാക്കണതും തകർക്കണതും എന്തും അഗ്നിയാണ്. ഈ അഗ്നിക്ക് ഡിസ്ട്രക്ഷൻ്റെ ഫോഴ്സും ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ്റെ ഫോഴ്സും പറയുന്നുണ്ട്. അപ്പോൾ ഒരു നമ്മൾക്ക് ഈ സാധാരണ ഇതിനകത്തുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ മോഡേൺ വേൾഡിലും എങ്ങനെയാണ് ഈ ഡ്വൽ നേച്ചറിനെ മനസ്സിലാക്കാൻ പറ്റുക മനുഷ്യർക്ക്? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശിവൻ ആരാന്ന് മനസ്സിലാവും. നമ്മൾ ശിവനെ ഉപയോഗിക്കുന്ന ഏറ്റവും നോൺസെൻസിക്കൽ വേർഡാണ് ഡിസ്ട്രോയർ. ആക്ച്വലി ഈസ് എ ട്രാൻസ്ഫോർമർ. അദ്ദേഹം പരിവർത്തനം വരുത്തുന്ന ആളാണ്. അദ്ദേഹം നശിപ്പിക്കുന്ന ആളല്ല. അഗ്നി ഈസ് ഈക്വൽ ടു ശിവനാ അവിടെ. അഗ്നിയുടെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് അല്ല. അഗ്നിക്ക് വിനാശമല്ല അഗ്നിയുടെ ധർമ്മം. പരിവർത്തനമാണ്. ട്രാൻസ്ഫോർമേഷൻ അഗ്നിയുടെ ധർമ്മം. ശുദ്ധീകരിക്കലാണ്. വെനെവർ ഇറ്റ് ട്രാൻസ്ഫോംസ് ഇറ്റ് പ്യൂരിഫൈസ് ഓൾസോ. ശുദ്ധീകരിക്കാൻ പറ്റാത്ത ബാക്കി ഭാഗങ്ങളെ അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? ശുദ്ധീകരിക്കാൻ പറ്റാത്തതിനെ ഒഴിവാക്കി വിടും, ശുദ്ധീകരിക്കാൻ പറ്റുന്നതിനെ അത് ഭക്ഷിച്ച് കളയും. ഭക്ഷിച്ച് പുതിയൊരു ഫോമാക്കും. അഗ്നി ഭക്ഷിക്കാമെന്ന് പറയാം നമ്മൾ, പക്ഷേ രൂപാന്തരീകരണം വരുത്തും. ശിവനും അതാ ചെയ്യണത്. അഗ്നിയുടെ പർപ്പസിനെ ഒരു ഡൈഫൈ ചെയ്തതാണ്, മൂർത്തിവൽക്കരിക്കുകയാണ് ശിവനിൽ. മനസ്സിലായില്ലേ? അവിടെ ശിവൻ ഒരിക്കലും ഡിസ്ട്രോയർ അല്ല. നമ്മൾ ക്രിയേറ്റർ, സസ്റ്റെയിനർ, ഡിസ്ട്രോയർ എന്ന് പറയുന്നത് നോൺസെൻസ് ആണ്. ഡിസ്ട്രോയർ അല്ല, ഈസ് എ ട്രാൻസ്ഫോർമർ. ഈ ട്രാൻസ്ഫോം ടു വാട്ട്? ഈ സസ്റ്റെയിൻ ചെയ്ത സാധനത്തിനെ ട്രാൻസ്ഫോം ചെയ്ത് വീണ്ടും ബേസിക് എലമെൻറ്റ്സ് ആക്കിയിട്ട് പുതിയ ക്രിയേഷൻ ഉപയോഗിക്കാൻ വെച്ച് കൊടുക്കും. സൈക്കിൾ പൂർത്തിയാക്കണം മൂപ്പരാ. അതുകൊണ്ടാണ് അഗ്നി ഇല്ലെങ്കിൽ സൃഷ്ടിയില്ല. ബാലാമന്ത്രത്തിലെ സംഹാരബീജം ആദ്യം വരാൻ കാരണം അതുകൊണ്ടാണ്. സൃഷ്ടിസ്ഥിതി സംഹാരമല്ലേ വരേണ്ടത്? അല്ല, സംഹാരം സൃഷ്ടിസ്ഥിതി. അങ്ങനെയാണ് വരിക. അത് തന്ത്രം പഠിച്ചവർക്ക് അറിയും. ഞാൻ പിന്നെ ഇവിടെ ഇപ്പോൾ പറയേണ്ട വെച്ചിട്ടാ. അതുകൊണ്ട് അഗ്നിക്കാണ് പ്രാധാന്യം. എപ്പോഴും അഗ്നിക്കാണ്. പവർ ഓഫ് ട്രാൻസ്ഫോമിങ് ഫോഴ്സിനാണ്. അതുകൊണ്ടാണ് ഈവൻ ഒരു കാര്യം തുടങ്ങുമ്പോൾ ശുദ്ധബുദ്ധിയെ ആരാധിക്കുന്ന രീതിയാണെങ്കിലും ഗണപതി ഹോമമാണ് പ്രധാനം. ഗണപതി പൂജയല്ല, അഗ്നിയെങ്കിലാണ് കൊടുക്കുന്നത്. എന്തൊക്കെ നെഗറ്റീവായിട്ടുണ്ടോ അതൊക്കെ കത്തിക്കുക. എന്തൊക്കെ കത്തിക്കാൻ പറ്റുമോ അതെല്ലാം കത്തിച്ച് ശുദ്ധാക്കി എടുക്കുക. ശുദ്ധാക്കാൻ പറ്റാത്തതിന് അഗ്നി അത് സൈഡിലേക്ക് ഇടും, ഒഴിവാക്കും. അതാണ് അതിൻ്റെ കോർ സംഭവം. അതൊരിക്കലും വിനാശകാരിയല്ല, അത് പരിവർത്തനകാരിയാണ്. അഗ്നി നമ്മൾ പറയുമ്പോൾ ഡിസ്ട്രക്ഷൻ്റെ മാത്രമാണോ അതോ ചേഞ്ചും അത് റിന്യൂ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റും കൂടിയുണ്ടോ? അത് ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോഡക്റ്റാണ് റിന്യൂവൽ, മാറ്റം എന്ന് പറയുക. അഗ്നി ശരിക്കും പറഞ്ഞാൽ ഒരു തരം പുനർജന്മ തരണത്. അഗ്നിയിൽ കൂടെയാണ് പുനർജനിക്കണത്. ഈവൻ ബോഡി കത്തിച്ചിട്ട് പോലും ചെയ്യുന്നത് അതാണ്. പുനർജന്മത്തിലുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യണത്. കാരണം ഉപയോഗശൂന്യമായ ഒരു ശരീരം വിട്ട് ആത്മാവ് അടുത്തൊരു ശരീരത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ശരീരമായിട്ടുള്ള സകല ബന്ധനങ്ങളെയും അത് അവസാനിപ്പിച്ചു കൊടുക്കണം. അതിന് അഗ്നി സഹായിക്കോടെ. അഗ്നി സഹായിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? മറ്റേ ഈ പ്രേതാവസ്ഥയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അഗ്നി അത് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് പ്രകൃതിയിൽ വിലയിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ പുനർജന്മമാണ് അഗ്നി എപ്പോഴും. അഗ്നി ചെയ്യണം എന്താ വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പം ചീഞ്ഞളിഞ്ഞു സ്റ്റെയിലായി ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അഗ്നി തൊട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ റീഓർഡർ ആയിട്ട് പുതിയൊരു ഓർഡർ ഉണ്ടാവും. നോക്കിയിട്ടുണ്ടോ? കാരണം എന്താ അഗ്നിയുടെ അടിസ്ഥാനം എന്താ? മോഡേൺ കെമിസ്ട്രിയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഓക്സിഡേഷനാണ്. അതല്ലേ അഗ്നി? ഓക്സിഡേഷൻ്റെ ഒരു ഹൈറ്റൻ്റെ അവസ്ഥയാണ് അഗ്നി എന്ന് നമുക്ക് പറയാം. കത്തുകയാണ്. അത് ഓക്സിജൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇപ്പോൾ ഫിഷൻ പോലെ ഹീറ്റ് എവിടെയൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെയൊക്കെ അഗ്നിസ്വഭാവമുണ്ട്. ട്രാൻസ്ഫോർമേഷൻ സമയം ഇപ്പോൾ സൂര്യൻ ഒരു എക്സാമ്പിൾ. സൂര്യൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? സൂര്യൻ ഇന്ന് കാണുന്ന ഈ നിമിഷം കാണുന്ന സൂര്യനല്ല അടുത്ത നിമിഷം കാണുന്ന സൂര്യൻ. നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ എന്തോ കത്തിച്ചൊരിക്കലും ഒരു ഗോളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അത്രയും പവർ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കണം. അപ്പോൾ സൂര്യൻ ഓരോ നിമിഷവും പുനർജനിച്ചുകൊണ്ടിരിക്കുക.
ഓക്കെ. അപ്പോൾ റിന്യൂവൽ, റീബർത്ത്, ഇങ്ങനത്തെ എല്ലാ കൺസെപ്റ്റുകളും ഈ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷന് ഭയങ്കര പവറുണ്ട്, വലിയ റോളുണ്ട്. അതുകൊണ്ട് ആ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടൊരു ഗുണം എന്താ? എ ന്യൂ ഓർഡർ ഈസ് ക്രിയേറ്റഡ്, എ ന്യൂ കോൺഫിഗറേഷൻ ഈസ് ക്രിയേറ്റഡ്. ഒരു പുതിയ ക്രമം, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പം നമ്മളിപ്പോൾ പറയുമല്ലോ, ഗുരുവായൂരമ്പലം കത്തി ഉയർന്നു എന്നാണ് പറയുക, ഗുരുവായൂരമ്പലം കത്തി അമർന്നു എന്ന് പറയാറില്ല. കാരണം തീപിടുത്തത്തിന് മുമ്പുള്ള ഗുരുവായൂരും തീപിടുത്തത്തിന് ശേഷമുള്ള ഗുരുവായൂരിൻ്റെ ചരിത്രം വേറെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, നമുക്ക് ഗുരുവായൂരപ്പനെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴും വെനെവർ അഗ്നി ടച്ചസ്, അഗ്നി അതിന് ശുദ്ധീകരിക്കാനായി തൊട്ടാൽ അതൊരു പുനർജന്മമാണ്. പുതിയൊരാളായിട്ടായിരിക്കും പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ പുതിയൊരു വസ്തുവായിട്ടായിരിക്കും വരിക. അത് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഓർഡർ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പക്ഷേ എന്താ വെച്ചാൽ ഉള്ളതൊക്കെ കത്തി ചാമ്പലായിട്ട് അവിടെ കിടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഓർഡറല്ല, ഡിസോർഡറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ അതങ്ങനെ ഇറ്റ് ഈസ് എ ന്യൂ ഓർഡർ. നമ്മുടെ മനുഷ്യരുടെ ഇതിൽ ഇമോഷണലിയും മറ്റേ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻസും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വികാരങ്ങളെ മാറ്റിമറിക്കുക. കറക്റ്റ്. അപ്പോൾ ഇതിനെയും നമുക്ക് ഈ അഗ്നിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എവിടെ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോ, ഇൻ വാട്ട് എവർ ഫോം, ഏത് രൂപത്തിലാണെങ്കിലും പരിവർത്തനത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അത് അഗ്നിയാണ്. അറിവില്ലായ്മയെ മാറ്റണ അറിവ് അഗ്നിയാണ്. നമ്മുടെ ചില മിഥ്യാധാരണകൾ, അവനവനെക്കുറിച്ചുള്ള ഈഗോകളെ പൊളിച്ച് കളയുന്ന എന്ത് ഉണ്ടോ, അതൊരു സിറ്റുവേഷൻ ആവാം, ഒരു ചിന്തയാവാം, എന്തും ആവാം, അഗ്നിയാണത്. നമ്മുടെ നശ്വരത, ഞാൻ നശിച്ചു പോവും, മരിച്ചു പോവും ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലാണ്ടായിത്തീരും, അതിനെ മാറ്റിമറിച്ച് നമ്മളെ ധൈര്യത്തിലേക്ക് കൊണ്ടുവരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫോഴ്സോ ഒരറിവോ അതുണ്ടെങ്കിൽ അതും അഗ്നിയാണ്. ദുഃഖം കളഞ്ഞ്, ദുഃഖത്തിനെ മായ്ച്ചു കളഞ്ഞ് സന്തോഷത്തെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും അഗ്നിയാണ്. ഇനി സുഖത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ദുഃഖത്തിലേക്ക് പോകണമെങ്കിൽ അതും അഗ്നിയാണ്. നമ്മൾ ശോകാഗ്നി എന്നാണ് പറയുക, കോപാഗ്നി, ശോകാഗ്നി, നോക്കൂ അല്ലേ, കാമാഗ്നി, ജ്ഞാനാഗ്നി അല്ലേ. ഭാരതത്തിൻ്റെ ബ്യൂട്ടി അതാണ്. ഇതുപോലെ എന്താ പറയുക, ഈ ഇമോഷൻസുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുള്ള എന്താ പറയുക, ഇത് അധികം കാണില്ല നമുക്കല്ലേ. അപ്പോൾ അതൊക്കെ അഗ്നിയായിട്ട് തന്നെ പറയുന്നത്. അതൊക്കെ നമ്മൾ തീ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ആ തീ അല്ലാതെ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അറിവ് കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ദുഃഖം കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, സുഖം കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, വിശപ്പ് കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, എല്ലാം. അതുമാതിരി എന്താ പറയുക, നമ്മൾ പാതിവ്രത്യ അഗ്നി, പതിവ്രതയുടെ അഗ്നി, പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ അവിടെയും. അപ്പോൾ എവിടെയൊക്കെ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതിലൊക്കെ അഗ്നി തന്നെയാണ്. നമ്മൾ നാട്ടിലൊക്കെ പറയാനില്ല, നെഞ്ചിൽ തീയാന്ന് പറയുന്നത്. അതെ, അത് ദുഃഖത്തിൻ്റെ തീയ, ദുഃഖത്തിൻ്റെ അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ, ഒരു മാറ്റമല്ലേ. മര്യാദയ്ക്ക് നാളെ വേറൊരു അവസ്ഥയിലാക്കല്ലേ. ഡിഫറെൻ്റ് ആംഗിൾ ഓൾസോ അല്ലേ. അതെ, അത് നമ്മൾ ആന്തരികമായിട്ടുള്ള അഗ്നി എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഫയർ. ആ ഇൻറ്റേർണൽ ഫയറിൻ്റെ പ്രവർത്തനങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഫയർ ടു ഡു എന്നൊക്കെ പറയാം, നമ്മൾ പറയില്ലേ. അതെ അതെ, അയാൾക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെ, ഒരു കാര്യം ചെയ്യാൻ മിടുക്കനവനാണെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ഒരു പ്രയോഗമാണല്ലോ, ഹി ഹാസ് ദ ഫയർ ഇൻ ഇറ്റ് എന്ന് പറയും. ആ ഡ്രൈവിന് പകരം ഉപയോഗിക്കുന്നൊരു വാക്ക്. അപ്പോൾ അതാണ് എൻഡ് ഓഫ് ദി ഡേ. എന്താ വെച്ചാൽ അവൻ അവിടെ ചെന്നാൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിൻ്റെ മറ്റേ വെൽനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ ഫയർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്. ബിക്കോസ് യോഗയിലായാലും ആയുർവേദത്തിലായാലും ജഠരാഗ്നി എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയാം, ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും ശരത്തേട്ടൻ ഈ ഡൈജസ്റ്റീവ് ഫയറിന് ദർ ഇസ് എ ഡിഫറെൻറ്റ് മീനിങ്. നോട്ട് ദാറ്റ് ദി അതർ ദഹനം എന്നുള്ള മാത്രമല്ല, അതെ എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഈ അഗ്നിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട 3 അഗ്നികൾ, ഈ ജഠരാഗ്നി, അതിനെ നമ്മൾ ആഹവനീയാഗ്നി എന്ന് പറയും, കഴിച്ചത് ദഹിപ്പിക്കുന്നത്. പിന്നെ ഗാർഹവത്യാഗ്നി, പ്രത്യുൽപാദനത്തിൻ്റെ, കാമാഗ്നി എന്ന് നമ്മൾ നാടൻ കുറച്ചുകൂടെ മാറ്റി പറയണത്. പിന്നെ വരണത് ദക്ഷിണാഗ്നി, നമ്മൾ തെക്കോട്ട് പോകുമ്പോൾ ശരീരം പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനെ ഈ പറഞ്ഞ മാതിരി പഞ്ചഭൂതങ്ങളാക്കിയിട്ട് വേർപിരിച്ചു കൊള്ളണ അഗ്നി.
അതിൽ ഈ ജഠരാഗ്നി എന്ന് പറയുമ്പോൾ പൊതുവിൽ ജഠരം വയറിലുള്ള അഗ്നി എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുള്ള ദഹനശക്തി, ആ ദഹനത്തിൻ്റെ തീ, ആ വാക്കുപോലുള്ള ദഹനം എന്നാണ് പറയുക, കത്തിക്കുക ചെയ്യണം, ഭക്ഷണത്തിനെ കത്തിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ സാരാംശം മാത്രം എടുത്ത് ബാക്കിയുള്ളതിനെ തള്ളണു. ഞാൻ നേരത്തെ പറഞ്ഞു അഗ്നിയുടെ സ്വഭാവം അതാണത്. പക്ഷെ അത് മാത്രമല്ല ജഠരാഗ്നി, നമ്മളിലേക്ക് വരുന്ന ആശയങ്ങളെയും കാഴ്ചകളെയും കേൾവികളെയും എന്തിനേയും നമുക്ക് ദഹിപ്പിക്കുന്നതാക്കി മാറ്റുക. ഡൈജസ്റ്റ് ചെയ്യണില്ല, എനിക്ക് പറയില്ലേ, അയാളാ പറയുന്നുണ്ട് പലതും, പക്ഷെ എനിക്കൊന്നും അത്രയ്ക്ക് ഡൈജസ്റ്റ് ആവണില്ല എന്ന് നമ്മൾ പറയണം. അത് കാരണം എന്താ വെച്ചാൽ അതാ ജഠരാഗ്നി, അതായതുകൊണ്ടാണ്. ജഠരാഗ്നി വെറും കഴിക്കണ ഭക്ഷണത്തിൻ്റെ മാത്രമല്ല, നമ്മൾ കണ്ണുകൂടി മൂക്കുകൂടി ഇന്ദ്രിയങ്ങളിൽ കൂടെ സ്വീകരിക്കുന്ന എന്തറിവിനെയും നമുക്ക് സ്വാംശീകരിച്ച് തരേണ്ടത് ഈ അഗ്നിയാണ്. അതുകൊണ്ട് ജഠരാഗ്നിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാച്ചുറലി ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നറിഷ് ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ ഏജൻസി ജഠരാഗ്നിയാണ്. ഈ ഏജൻസി കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പോഷണമില്ല, മനസ്സിനും പോഷണമില്ല, ആത്മാവിനും ഇല്ല, ശരീരത്തിനും ഇല്ല, ഒന്നിനും പോഷണമില്ല ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് ക്ലാരിറ്റി ഉണ്ടാവാനും മെൻ്റൽ ക്ലാരിറ്റിക്കും ഫിസിക്കൽ ഹെൽത്തിനും, കാരണം മെൻ്റൽ ക്ലാരിറ്റി പറഞ്ഞാൽ മെൻ്റൽ ക്ലാരിറ്റി തന്നെയാണ് മെൻ്റൽ ഹെൽത്ത്. മനസ്സിൻ്റെ തെളിച്ചമാണ് മനസ്സിൻ്റെ ഹെൽത്ത്. അതുകൊണ്ട് അവിടെ ക്ലാരിറ്റി എന്ന് ഉപയോഗിച്ചാൽ മതി. ബോഡിക്ക് ഹെൽത്ത്, മനസ്സിൻ്റെ ക്ലാരിറ്റിയും ശരീരത്തിൻ്റെ ആരോഗ്യവും, അതിന് ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് ജഠരാഗ്നിയാണ്. ജഠരാഗ്നിയുടെ ദീപന ശക്തി, ദാഹകശക്തി കത്തിക്കുന്നതനുസരിച്ചിട്ടാണ് ഭക്ഷണം ദഹിക്കുക. അതേമാതിരി എന്താശയം വന്നാലും കൺഫ്യൂഷൻ ഇല്ലാതെ വേണ്ടത് മാത്രം സ്വീകരിച്ച് വേണ്ടാത്തതിനെ തള്ളിക്കളയാൻ സാധിക്കുക. അവിടെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവില്ല, എന്തും കേൾക്കും, പക്ഷെ വേണ്ടതേ എടുക്കുള്ളൂ, മറ്റത് കളയും. ഒന്നും മോശം ഇന്നൊന്നും നല്ലതെന്ന് പറയില്ല. എന്താണോ ഉപയുക്തം അതെടുക്കും. അവിടെ ഡിബേറ്റ് ഉണ്ടാവാം, ആർഗ്യുമെൻ്റ് ഉണ്ടാവില്ല. ജഠരാഗ്നി നന്നായിരുന്നാലുള്ള ഗുണമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ജഠരാഗ്നി മെസ്ഡപ്പാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മെസ്ഡപ്പാണ്, മനസ്സിൻ്റെ തലത്തിലും മെസ്ഡപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇസങ്ങളുടെ പുറകെ പ്രത്യയശാസ്ത്രങ്ങൾ, ഞാൻ പറഞ്ഞ മാത്രം ശരി, എൻ്റെ സിസ്റ്റം മാത്രം ശരി, ഒന്ന് വായിച്ച് തലയിൽ കയറ്റിയിട്ട് കുറച്ചു കാലം ഇരിക്കുമ്പോൾ വേറെ അതിന് കംപ്ലീറ്റ് ഡീവിയൻ്റ് ആയിട്ട് വേറൊരു കോൺട്രഡിക്ടറി ആയിട്ടൊരു സംഭവം കണ്ടാൽ ഉടനെ കൺഫ്യൂഷനായി, പിന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യലായി, അതിനെ ചീത്ത വിളിക്കലായി. ഈ സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റുകൾ മുഴുവൻ കണ്ടറിയാം ആ എഴുതുന്ന ഓരോരുത്തരും എത്രമാത്രം ഡിസോർഡറിലായിരിക്കണം എന്നുള്ളൊരു സൈക്കോ അനാലിസിസ് നമുക്ക് കിട്ടും. അവിടെയൊക്കെ ഈ ജഠരാഗ്നിയുടെ പ്രശ്നമാണ്. അത് വെറും കഴിച്ച അഗ്നി മാത്രമല്ല, അവർക്ക് കിട്ടിയ ആശയങ്ങളെ അവർക്ക് സ്വീകരിക്കുന്നതിൽ അവർക്കുള്ള കഴിവോ അല്ലെങ്കിൽ കഴിവുകേടോ നമുക്കതിലറിയാൻ പറ്റും. ഈ ജഠരാഗ്നി അങ്ങനെ ഒരു ആ ഒരു ജഠരം വെച്ചാൽ വയറ്. ഓക്കെ, അത് നമുക്ക് എന്തിലാണ് പറയുന്നത്? അതിന് സംസ്കൃതമായിട്ടാണോ? സംസ്കൃതമാണ്. അതിൻ്റെ പിന്നെ ഈ പദം അല്ല വാക്ക് പിരിച്ച് അതിൻ്റെ നിരുക്തോ ഇതൊക്കെ ഉണ്ടല്ലോ, ആ പദം പിരിച്ച് പറയൽ നമ്മളെ ധാതുവൊക്കെ നോക്കിയിട്ടൊക്കെ പിരിക്കുമല്ലോ, അതൊന്നും എനിക്ക് അത്ര അറിയില്ല. പക്ഷേ ഇത് വയറ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതിന് ഉയർന്ന അർത്ഥങ്ങളുണ്ടാവാം. കാരണം സംസ്കൃതം ആയതുകൊണ്ട് അതിന് എന്താണെന്നുണ്ടെങ്കിലും ഒരു ഹയർ മീനിങ്, ആ ജഠരം എന്നുള്ള വാക്കിന് വയറിനെ എന്തുകൊണ്ട് ജഠരം എന്ന് പറയണമെന്നുള്ളതിന് തന്നെ ഒരു കാരണം ഉണ്ടാവും. ഇപ്പോൾ ഈ ഉദരം എന്ന് പറയുന്നതിന് പകരം ഉദരാഗ്നി എന്നും പറയും, പക്ഷെ എന്നാലും ജഠരാഗ്നി എന്നാണ് അതിനെ കൂടുതൽ പറയണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ വാക്ക്, ആ ജഠര ശബ്ദം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടാവും. സംസ്കൃതം ആയതുകൊണ്ട് ഒന്നും ബൈ ചാൻസ് അല്ല, ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ റീസൺ. ആചാര്യന്മാർ തീർച്ചയായിട്ടും സംസ്കൃതം നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവും. അതെ. ഈ അഗ്നി എന്ന് പറഞ്ഞ എലമെൻറ്റ്, അത് ഒരു മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞാലും അത് എക്സസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൂടിയാലും എന്താ ഉണ്ടാവുക? ഇങ്ങനത്തെ ഒരു ആ ഒരു ഇത് വന്നു അഗ്നിമാന്ദ്യം എന്നൊക്കെ പറയുന്നത്. അഗ്നി വർദ്ധിച്ചാലും അഗ്നി ഇതായാലും അല്ലേ, അഗ്നി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ആശയക്കുഴപ്പമുണ്ടാവും. കാരണം വിവേചന ബുദ്ധി പോവും. ഇൻ്റലക്ച്വൽ ഫയർ എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ഇൻറ്റേർണൽ ഫയർ കുറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ മാന്ദ്യം വന്നു കഴിഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാവും, കൺഫ്യൂഷൻസ് കൂടും, അലസത, ഇനേർഷ്യ, ലേസിനെസ്, ലഥാർജി കൂടും, മന്ദത വർദ്ധിക്കും. അഗ്നി വർദ്ധിച്ച കോപം കൂടും, ഇൻഫ്ലേമബിളോ ലൈവ് വയറാവും. അതേപോലെ തന്നെ തളർച്ചയും കൂടും, ക്ഷീണം കൂടും, ഡ്രെയിനാവും. അങ്ങോട്ട് ബാലൻസായ
നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ശാന്തത ഉണ്ടാവും, ഊർജ്ജസ്വലത ഉണ്ടാവും, ഉം. ക്ലിയർ തിങ്കിങ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട, എനർജറ്റിക് ആയിരിക്കും, നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം നമുക്കുണ്ടാവും, ശാന്തമായിരിക്കും, പ്രകോപിതനാവില്ല. അതാണ് അഗ്നി ബാലൻസ് ആയുള്ള ഗുണം. ഓക്കെ. ഈ ഡിസോർഡർ ബൈ എനി ചാൻസ് നമുക്ക് ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതിലൊക്കെ തീർച്ചയായിട്ടും അഗ്നിയുടെ കളിയത്. അഗ്നിയുടെ ഇംബാലൻസിലും വായുവിൻ്റെ ഇംബാലൻസിലുമാണ് ഇത് രണ്ടും സംഭവിക്കുക. അതിൽ അഗ്നി വായു അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യും. ഈ തത്വങ്ങളിലൊരു പ്രശ്നമുണ്ട്. ഈ അഗ്നി കുറയാൻ ജലതത്വം കൂടിയാൽ മതി. നനഞ്ഞാൽ തീ കൊടുമല്ലോ. നേരെ മറിച്ച് അഗ്നിയുടെ അളവ് കൂടുകയാണെങ്കിൽ തീ ജലം ആവിയായി പൊക്കോളും. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു ബാലൻസിങ് കളിയിലാണ് നമ്മുടെ ലൈഫ് മുഴുവൻ പോകുന്നത്. അപ്പോൾ ഒന്ന് സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ അത് പിടികിട്ടും നമുക്ക്. രണ്ടും മെയിൻ എലിമെൻ്റ് ആണ്. നമുക്ക് വാട്ടറിൻ്റെ ആവശ്യമുണ്ട്, എല്ലാം അതിൻ്റെ തോതിലെ വേണ്ടത്, അതാണ് വേണ്ടത്. ആളിയാ കഴിഞ്ഞു. അഗ്നിവാന്തി എന്ന് പറഞ്ഞാൽ അസുഖമുണ്ട് ആയുർവേദത്തിൽ. അഗ്നി വെച്ചാൽ ദഹിക്കാണ്ടിരിക്കുക, ഭക്ഷണം ദഹിക്കാണ്ടിരിക്കുക, ഇൻഡൈജഷൻ. ഓക്കെ. ഇൻഡൈജഷൻ വരും. എന്താ പറയുക, വയറിൽ വേണ്ടത്ര ആ കത്തിക്കാനുള്ള ശേഷിയിലോട്ട് അൺഡൈജസ്റ്റഡ് ആയിട്ട് ഭക്ഷണം കടന്നിട്ട് വരുന്ന വിഷയങ്ങൾ, പിന്നെ അത് ശരീരത്തിൽ വിസർജനത്തിൽ വരുന്ന പ്രോബ്ലങ്ങളായിട്ട് മാറും. അത് എന്താ പറയുക, അങ്ങനെ ആ അഗ്നി വർദ്ധിപ്പിക്കാൻ, അങ്ങനെ പറയുക, ആയുർവേദം പറയുക, അഗ്നി വർദ്ധിപ്പിക്കാനുള്ള ഔഷധം എന്നാണ് പറയുക. ദഹനത്തിന് ഉള്ള ഔഷധത്തിന് അഗ്നി വർദ്ധിപ്പിക്കാൻ. നമ്മളിന്നിപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ ഒക്കെ ടാബ്ലറ്റ് കിട്ടും, അഗ്നി വർദ്ധിപ്പിക്കണതാണ്. അതവിടെ സ്പെസിഫിക്കലി അഡ്രസ്സസ് ഫുഡ്, വയറിൻ്റെ അത്രയേ ഉള്ളൂ. പക്ഷേ ഈ വയറിൽ അൺഡൈജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അൺഡൈജസ്റ്റഡ് ഫുഡാണ് ആമമായിട്ട് മാറുന്നത്. സംസ്കൃതത്തിൽ പറയണ ആയുർവേദ ആമച്ച വിഷം, അത് സന്ധികളിൽ പോയി അടിഞ്ഞാൽ ആമവാദം, ആർത്രൈറ്റിസ് പോലുള്ളത്, അത് തന്നെയാണ് ക്യാൻസർ ആവുന്നത്. അതിൻ്റെ തന്നെ വേറെ അവസ്ഥാന്തരങ്ങളാണ് വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയിട്ടുള്ള സകല അസുഖങ്ങൾ. അതുകൊണ്ട് മനുഷ്യന് വരുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഏജൻ്റാണ്, ആരോഗ്യ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയൊരു ഏജൻ്റാണ് ഇൻഡൈജഷൻ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, ഫോളോഡ് ബൈ കോൺസ്റ്റിപ്പേഷൻ. ഇൻഡൈജഷൻ കോൺസ്റ്റിപ്പേഷൻ ഇൻ്റർറിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് പലതരത്തിലും. അമിതമായിട്ട് ജലാംശം വലിച്ചെടുക്കപ്പെടുക, അതുകൊണ്ട് മലം ഇറുക, അതുകൊണ്ടുള്ള കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കുന്നത്. ആ സിറ്റുവേഷൻ ഈ അഗ്നിയുടെ അസന്തുലിതാവസ്ഥയാണ് കാരണം. അതുകൊണ്ടാണ് എത്ര വൈറ്റൽ ഫോഴ്സാണ് അഗ്നി ഒരാളുടെ ആരോഗ്യമുള്ള ജീവിതത്തിനെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മതി. അത്രയും. മാത്രമല്ല, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള തോട്ട്സ് മനസ്സിൽ കിടക്കുമ്പോൾ മനസ്സ് നാച്ചുറലി വ്യാകുലവും, ശരീരത്തിൽ അത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? ടോക്സിൻസ് ഉണ്ടാവും, വിഷാംശമുള്ള സ്വന്തം ശരീരം തന്നെ വിഷാംശം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യാൻസർ ഉണ്ടാവും. അതുകൊണ്ട് വലിയൊരു പങ്കുണ്ട് അഗ്നിക്ക്. മനസ്സിലും ദഹനശക്തി വേണം, വയറിലും ദഹനശക്തി വേണം, അത് നന്നായി വേണം. അത് അമിതമായാൽ അസിഡിറ്റി. മനസ്സിലും അതുമാതിരി, മനസ്സിൽ ഇതുമാതിരി അഗ്നി അമിതമായി കഴിഞ്ഞാൽ ധാർഷ്ട്യം കൂടും, എനിക്കറിയാമെല്ലാം, അഹങ്കാരിയാവും. അങ്ങനെ അതിൻ്റെ പാരമ്യത എത്തുമ്പോഴും ഒരുപാട് തീയാവുമ്പോഴും തീ ഒന്നും കത്തിക്കാണ്ടിടും, അപ്പോഴും ഇൻഡൈജഷൻ വരും. അതുണ്ട് മനസ്സിൽ.